ദുബായിലത്തെ അവസാനത്തെ നോമ്പ് തുറയാണ് കേട്ടോ. ഞാൻ നാട്ടിൽ പോവാണ് ഗൈസ്. അപ്പോൾ പിന്നെ ഫ്രണ്ട്സിനെയും ബ്രദറിനെയും ഒക്കെ വിളിച്ചിട്ട് നോമ്പ് തുറ ഗംഭീരാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിവിടെ എത്തിപ്പെട്ടത്. ബൊഫേ ആയതുകൊണ്ട് ഓൾറെഡി ടേബിളിൽ കുറേ സ്നാക്സും കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും തികയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടിച്ച് പറക്കി കുറേ എടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ പ്ലേറ്റിൽ കാണുന്നത്. ബാങ്ക് കൊടുത്തപ്പാടെ ഓരോന്നെടുത്ത് അടിക്കാൻ തുടങ്ങി. ആദ്യം കഴിച്ചത് കൊഞ്ചോടെയാണ് കേട്ടോ. എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. രണ്ടാമത് എൻ്റെ ആങ്ങൾ എന്തോ ഈ മുട്ടയിലൊരു സാധനം മയണൈസ് മാത്രം എനിക്ക് മുകളിൽ കണ്ടിട്ട് മനസ്സിലായുള്ളൂ. വേറെ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനുശേഷം എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ സമൂസ കഴിച്ചിട്ടുണ്ടായിരുന്നു. സമൂസ ഒരു രക്ഷയിലാട്ടോ, തട്ടുപൊളിപ്പരായിരുന്നു. പിന്നെ ഞാൻ കഴിച്ചത് ഒരു പഴനിറച്ചാണ്. ഇതിൽ ടുട്ടി ഫ്രൂട്ടി ഇട്ട് ഭയങ്കര കളർഫുൾ ആയിരുന്നു. ടേസ്റ്റും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു കലമക്കായ നിറച്ചെടുത്തെങ്കിലും കലമക്കായ മാത്രമേ കഴിച്ചോളൂ. നമുക്ക് മെയിൻ കോഴ്സിലോട്ട് പോകാം ഗൈസ്. ഗോപി മഞ്ചൂരിന് ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നിട്ട് ഞാൻ ചിക്കൻ ചില്ലി എടുത്തോളൂ. ഞാൻ പ്യൂർ നോൺ വെജിറ്റേറിയൻ ആണ് ഗൈസ്. പിന്നെ ചിക്കൻ പൊരിച്ചതും ചിക്കൻ ചുക്ക ഉണ്ടായിരുന്നു. അത് ഞാൻ ഓരോ സ്പൂൺ വീതം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മട്ടൻ ബിരിയാണി കണ്ടപ്പോഴത്തേക്ക് ഒന്നും നോക്കില്ല, കണക്കിന് അത്യാവശ്യം ആർക്കും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെച്ചോറും ബീഫ് കറിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പ്ലേറ്റിൽ സ്ഥലത്തൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് നെയ്പ്പത്തിലും എടുത്ത് കുറച്ച് ചിക്കൻ 65 എടുത്തിട്ട് അപ്പുറത്ത് നേരെ പോയപ്പോഴത്തേക്കും കുറെ സലാഡ്സ് അതൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ സ്റ്റാർട്ടറിൽ ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു, പേരൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ നല്ല കളർഫുൾ ആയിട്ട് അവിടെ നിന്ന് എടുത്ത് ഡെസേർട്ടിലാണെങ്കിൽ ഒരു ലോഡ് ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിലും കഴിച്ചതിന് ശേഷം വന്ന് എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാനത് നോക്കി വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നു. ഇത്രയും സാധനങ്ങൾ ഉണ്ടായിട്ട് ഞാൻ ഈ പ്ലേറ്റിൽ കാണുന്ന സാധനങ്ങൾ മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു സ്നാക്സ് ഇത് വന്നിട്ട് സ്റ്റാർട്ടറാണ്. ഇത് ഒരു രക്ഷയിലായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ പതിയെ എൻ്റെ പ്ലേറ്റിലുള്ളതൊക്കെ കഴിച്ചു തുടങ്ങി ഗൈസ്. കാരണം എൻ്റെ ഫ്ലൈറ്റിന്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾക്ക് വഴിയെ കാണാം. അപ്പോൾ ശരി എന്നാ ബൈ.